ഉർവശിക്കെ കൊണ്ട് ഓടുന്ന പോലെ അവളുടെ ഒന്ന് വേഗം വാ. കുപ്പി കളഞ്ഞിട്ട് ചാടി കേറ്. വേഗം കേറ്. ഓടി വാ. ബാഗ് വിടില്ലട്ടാ, ബാഗ് വിടില്ലേ. ഇവിടെ എന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. സോറി, മറുപടി തരാൻ നേരം. എവിടുന്ന് വന്നേനെ? ബട്ടക്സിന്റെ ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. ട്രെയിൻ പോയി. ആണാ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കൊട്ട വെട്ടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരും എടുത്തോണ്ട് പോയാല്? പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി. ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ. നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകണ്ടാന്ന് എത്തി സഹായിക്കാൻ ഇറങ്ങിയ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സോറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പേക്കെടുത്ത് തുപ്പ്. പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ. താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ തൊങ്കി കളിക്കാം. ഇങ്ങനെ കളിക്കടോ. കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തനിക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? താങ്കൾ പുരുഷനല്ലേ? ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവരാ. താനിന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണകവണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവലെ പോയാ വല്ലതും കിട്ടും. പൊണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ. വെള്ളം വെള്ളട്ട് ഇറങ്ങിയിരിക്ക. വേറൊരു പിശാശ്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണ. അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ? ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക. കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ, പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല? ചേട്ടാ, ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകൊടൂ. കുറച്ച് ചൂടുവെള്ളം തന്നെ. കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളം ഇറങ്ങാൻ ഇവനാരും മാലാകിയ. അയ്യോ, ചൂടുവെള്ളത്തിന് വരെ തളച്ചോളാണോ തരുന്നത്? ചേട്ടാ, കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ട? നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലുകുത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാണോ നീ? എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാം. വേണ്ട, ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്തിനാ? വെട്ടടാ അവനെ.
മനസ്സിലാവുന്നില്ലടാ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? പിന്നെയും കയറി വന്നിരിക്കുന്നവൻ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നവൻ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? നിങ്ങളെ എന്തിനാണ് തല്ലിയത്? ഞാനും തല്ലില്ലേ? അതെന്തിനാന്ന് ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ട്. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? എടാ ഗോപി, വേഗം ഓടിക്കോ. ആ പെണ്ണുപിള്ള തല്ലാൻ വരണോ? ഓടുവാ. ഗോപി. ഗോപിയോ? ആരാ ഗോപി? ഇയാടെ പേര് ഗോപിന്നാ? ഇയാൾക്ക് ഇവിടെ എന്താ പേര്? നല്ല ചീത്ത പേരാ. ആ, അതിപ്പോ മനസ്സിലായി. തല്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല. ഇവിടെ തങ്ങാമെന്നൊന്നും അല്ല, പോവാ ഞാൻ. പോവേ? വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പോ നീ ഇന്ദുവിന്റെ കല്യാണത്തിന് വന്നല്ലേ? ഇന്ദുവിന്റെ കല്യാണം? അതെ, ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി, നീ വന്നു കേട്ടപ്പോ ഞാൻ കരുതി ഒക്കെ അറിഞ്ഞിട്ട് വന്നതാവുന്ന്. ചെറിയേട്ടനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണൂന്നുള്ള അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുന്നാ ഞാൻ കരുതിയെ. ദൈവം കേട്ടൊന്നുമല്ല, ഈ പിശാശ് തീവണ്ടിന്ന് ചാടി ഇറങ്ങിയപ്പോ ഇതിനെ പിടിച്ച് കയറ്റാൻ ഇറങ്ങിയത് ഞാൻ. ആരാ ഇത്? ആ, എനിക്കറിഞ്ഞൂടാ. നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ മുടിഞ്ഞ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു ഞാൻ. ഇവിടെ നിനക്ക് മുടിഞ്ഞ നാടായത് എപ്പോഴാടാ? മുടിപ്പിച്ച ഞങ്ങളാണോ? ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും ഇനി വ്യാഴാഴ്ച അടുത്ത ട്രെയിനുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് കൊതുകടി മുട്ടടി ഒന്നും കൊള്ളണ്ട. വാ. ആരാത്? കള്ളിയാങ്കാട്ട് നീലി. ചോര ഓടിക്കാൻ വിളിക്കണേ. എല്ലാം അറിയണം തീപ്പെട്ടി കൊള്ളിക്ക്.